വാഗ അതിർത്തി. സുവർണക്ഷേത്രത്തിലെ കൗതുകങ്ങളും അവിസ്മരണീയമായ നിമിഷങ്ങളും ആസ്വദിച്ച ശേഷം എൻ്റെ യാത്ര പഞ്ചാബിലൂടെ തുടരുകയാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനമുയർത്തുന്ന വാഗ അതിർത്തി ലക്ഷ്യമാക്കിയാണ് അമൃത്സറിൽ നിന്ന് 28 കിലോമീറ്റർ അകലെയാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. അമൃത്സറിൽ നിന്നും ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെയാണ് വാഗയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര. ഇന്ത്യൻ അതിർത്തി കടന്ന് ലാഹോറിലേക്കാണ് ഈ റോഡ് പോകുന്നത്. ലാഹോറിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാകട്ടെ 22 കിലോമീറ്ററും. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയതും നീളം കൂടിയതുമായ പാതകളിലൊന്നാണ് ഇത്. ഈ മഹാപാത ചരിത്രത്തിൻ്റെ നിർണായകമായ നാൾവഴികൾക്കും ഐതിഹാസികമായ തേരോട്ടങ്ങൾക്കും ഏറെ സാക്ഷ്യം വഹിച്ചു. റോഡിനിരുവശവും നോക്കെത്താ ദൂരത്തോളം വിജനമായ ഗോതമ്പ് വയലുകളും പട്ടാള പോസ്റ്റുകളും. ഇവയൊക്കെ കണ്ട് യാത്ര വാഗയിലെത്തിച്ചേർന്നു. ഇന്ത്യൻ സേനയോടും അതിലെ ഓരോ ജവാനോടും വല്ലാതെ ഇഷ്ടം തോന്നുന്ന ഒരു മനസ്സാണ് ഓരോ യാത്രികനും വാഗ സന്ദർശിക്കുന്നതിലൂടെ കൈവരുന്നത്. 2 ഗേറ്റുകൾ, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പൗരന്മാർ. ഗാലറികളിൽ ദിവസവും എത്തുന്ന ആയിരക്കണക്കിന് പേരുടെ രാജ്യാഭിവാദ്യങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ചകളാണ്, അഭിമാന മുഹൂർത്തങ്ങളാണ് അമൃത്സറിനും ലാഹോറിലെ പഞ്ചാബിനുമിടയിലൂടെ കടന്നുപോകുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡിലെ വാഗ അട്ടാരി അതിർത്തി കാത്തുവച്ചിരിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും അവൻ്റെ ദേശത്തോടും അതിർത്തിയോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന നിമിഷങ്ങളാണ് വാഗയിലുടനീളം. അതൊരു വിനോദക്കാഴ്ച മാത്രമല്ല, ദേശാഭിമാനത്തിൻ്റെ കൊടിയ അടയാളം കൂടിയാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇപ്പുറത്തെ ഗേറ്റിൽ ഇന്ത്യൻ സേനയും അപ്പുറത്ത് പാകിസ്ഥാൻ സേനയും സംയുക്തമായി ചില ചടങ്ങുകളും പരേഡുകളുമൊക്കെ നടത്തുന്നു. 1959 മുതൽ ഇന്ത്യയുടെ BSFും പാകിസ്ഥാൻ റേഞ്ചേഴ്സും നടത്തുന്ന വിടവാങ്ങൽ ചടങ്ങ് കാണുന്നത് തന്നെ ഒരു കൗതുകമാണ്. വാഗ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക പരേഡ് നടക്കുന്ന ഭാഗത്തേക്കുള്ള പ്രവേശനം ടിക്കറ്റ് മൂലമാണ്. കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ കടത്തിവിടുന്നത്. ഞങ്ങളും ക്യൂ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചു. കൃത്യം 4 മണിക്ക് അതിർത്തിയിലേക്കുള്ള ഗേറ്റ് തുറന്നു. ഇരുവശവും കുതിരപ്പടയാളികളുടെ അകമ്പടിയോടെ പുല്ലുവിരിച്ച പാതയിലൂടെ ഉള്ളിലേക്ക് കുറച്ച് നടന്നപ്പോൾ ഒരു വലിയ ഗാലറി കണ്ടു. അവിടെയാണ് സൈനിക അഭ്യാസങ്ങളും അതിർത്തിയിലെ പ്രത്യേക ചടങ്ങുകളും നടക്കുന്നത്. ഗാലറിയിൽ ഇരുന്ന് സുഖമായി വീക്ഷിക്കാം. ഇന്ത്യയുടെ അതിർത്തിക്ക് ഇപ്പുറത്ത് ഇന്ത്യൻ ഗാലറി, അപ്പുറത്ത് പാകിസ്ഥാൻ ഗാലറി. നടുവിൽ ഒരു മതിലും ചെറിയ ഗേറ്റും. പാകിസ്ഥാനും ഇന്ത്യക്കും വെവ്വേറെ ഗേറ്റുകളാണ്. ആ ഗേറ്റുകൾക്കിടയിൽ ഏതാനും അടി ഒഴിഞ്ഞ ഭാഗമുണ്ട്. അവിടെയാണ് കൊടിമരമുള്ളത്. ഒരു ഭാഗത്തെ കൊടിമരത്തിൽ ഇന്ത്യയുടെ പതാക, മറുഭാഗത്ത് പാകിസ്ഥാൻ്റേതും. 1000 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ഏക പ്രവേശന കവാടമാണ് വാഗ. ഇരു രാജ്യത്തെയും പട്ടാളക്കാർ നേർക്ക് നേരെ നിന്ന് കായിക അഭ്യാസങ്ങൾ നടത്തുന്നതും അവസാനം കൈകൊടുത്ത് പിരിയുന്നതും വാഗയിൽ മാത്രം കാണുന്ന ദൃശ്യമാണ്. വാഗ ഒരു അതിർത്തി മാത്രമല്ല, അതൊരു അനുഭവവും വികാരവും കൂടിയാണ്. ചടങ്ങിൽ ഇരുവരുടെയും അന്താരാഷ്ട്ര ഗേറ്റുകൾ അടയ്ക്കുന്നു. ഒപ്പം പതാകകളും താഴ്ത്തും. അന്നേ ദിവസത്തേക്ക് അന്താരാഷ്ട്ര അതിർത്തി അടച്ചിടാനും പതാകകൾ താഴ്ത്താനുമാണ് ഈ ചടങ്ങ് നടത്തുന്നത്.
പതാകകൾ താഴ്ത്തി അവ മടക്കിയതിനു ശേഷം ഇരുവരും തമ്മിൽ കൈകൊടുത്ത് പിരിയുന്നു. അതിർത്തി രേഖയിലുള്ള ഇരുമ്പ് ഗേറ്റ് കടന്ന് പാകിസ്ഥാൻ ഭാഗത്ത് അല്പം മാറി ഒരു വലിയ കോൺക്രീറ്റ് ഗേറ്റുണ്ട്. ബാബ് ആസാദി എന്ന് അതിനു മുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭാഗത്തും സമാനമായ ഒരു കോൺക്രീറ്റ് ഗേറ്റ് ഇന്ത്യ എന്ന വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് ഗേറ്റുകൾക്കും അതിർത്തി രേഖയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് രണ്ട് രാജ്യങ്ങളുടെയും പട്ടാളക്കാരുടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനകം ഇന്ത്യൻ ഭാഗത്തെ ഗ്യാലറി ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാൻ ഭാഗത്ത് ആളുകൾ കുറവാണ്. പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ജിയെ പാകിസ്ഥാൻ വിളി, അതിനിടയിൽ തക്ബീറുകൾ. ഇന്ത്യൻ ഭാഗത്ത് ജയ് ഭാരത് വിളികൾ, വന്ദേ മാതരം ഉച്ചത്തിൽ ആലപിക്കുന്നവർ. ശബ്ദമുഖരിതമായ അന്തരീക്ഷം. രണ്ട് രാജ്യക്കാർ അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും സ്വന്തം ദേശത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയാണ്. പൊടുന്നനെയാണ് പടുകൂറ്റൻ സൗണ്ട് ക്യാബിനുകളിൽ നിന്നും ആവേശമുണർത്തുന്ന ഗാനമുയർന്നത്. ഇത് കേൾക്കുമ്പോൾ രാജ്യത്തിനോടുള്ള സ്നേഹം അഭിനിവേശമായി ആവേശമായി മാറുന്നു. സിരകളിൽ ദേശാഭിമാനത്തിന്റെ രക്തം തിളച്ചുമറിയും. അതിർത്തിയിലെ പട്ടാളത്തിൻ്റെ ചടങ്ങുകൾ കാണണമെങ്കിൽ ഗ്യാലറിയിൽ കൃത്യമായ സീറ്റ് തന്നെ ലഭിക്കണം. അതിനായുള്ള ശ്രമത്തിലായിരുന്നു ഞാനും സഹയാത്രികരും. നേരത്തെ തന്നെ എത്തി ഇരിപ്പിടം ഉറപ്പിച്ചു. വൈകുന്നേരം 3 മണിക്ക് മുമ്പ് വാഗ അതിർത്തിയിൽ എത്തുന്നതാണ് നല്ലത്. കാരണം സെക്യൂരിറ്റി പരിശോധനകൾ കഴിഞ്ഞ് ബാഗേജ് ഏൽപ്പിക്കാനും മറ്റുമൊക്കെ സമയമെടുക്കും. എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് സൂര്യാസ്തമയ സമയത്ത് പതാക താഴ്ത്തൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാം. ഇരുവശത്തുമുള്ള കാവൽക്കാരുടെ ഉയർന്ന കിക്കുകളും ബൂട്ടുകളുടെ കഠിനമായ സ്റ്റാമ്പിങ്ങും ലോകത്തിലെ ഏറ്റവും നാടകീയമായ ആചാരങ്ങളിലൊന്നായി ഇതിനെ മാറ്റുന്നു. ഒപ്പം ഇരു അടയ്ക്കുന്നു. വേനൽക്കാലമാണെങ്കിൽ ചടങ്ങുകൾ 5:15 ആരംഭിക്കും. മഞ്ഞുകാലത്ത് 1 മണിക്കൂർ മുൻകൂട്ടി 4:15 തന്നെ ചടങ്ങ് ആരംഭിക്കും. 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരിക്കും പരേഡുകൾ. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഇവിടേക്ക് പ്രവേശനമുണ്ടാകും. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്താറുള്ള ഒരു ചടങ്ങായി പിന്നീട് മാറുകയായിരുന്നു. അതിനാൽ കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുന്നതിനായി ഇരു രാജ്യങ്ങളും പുതിയ ഗ്യാലറികൾ നിർമ്മിക്കുന്നു. മുഹമ്മദ് റാഫിയുടെ അനശ്വര ശബ്ദം. റാഫിയുടെയും ഖൽബീറിൻ്റെയും ഓരോ വരികളും ഇന്ത്യ എന്ന വികാരത്തെ കത്തിജ്വലിപ്പിക്കുകയായിരുന്നു. പാട്ട് കഴിഞ്ഞതോടെ കുട്ടികൾ തിരിച്ച് ഗ്യാലറിയിലേക്ക് കയറി.
തലയിൽ ഒരു പ്രത്യേക തൊപ്പി ധരിച്ച ഒരു പട്ടാള ഓഫീസർ മുന്നോട്ട് വന്നു. ശ്വാസം നിർത്താതെ നീട്ടി വലിച്ച് ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി. പട്ടാളക്കാർ പരേഡിന് മുമ്പ് ഇത്തരം ശബ്ദമുണ്ടാക്കാറുണ്ട്. അതോടെ എല്ലാവരും നിശബ്ദരായി. പിന്നീട് യൂണിഫോമിൽ അല്ലാത്ത ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ മൈക്കെടുത്ത് മുന്നോട്ട് വന്നു. ഇന്ത്യൻ ഭാഗത്തെ ചടങ്ങുകളുടെ മുഖ്യ അവതാരകൻ ഉച്ചത്തിൽ ജയ് ഹിന്ദും വന്ദേ മാതരവും ചൊല്ലി ജനങ്ങളെ കൊണ്ട് അത് ചൊല്ലിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരവും ശബ്ദവും ഒരു ആവേശമുണർത്തുന്നതായിരുന്നു. ഒരു പ്രത്യേക ആവേശത്തിൽ ജനങ്ങളെ കോരിത്തിരിപ്പിച്ച് നിർത്തുന്ന ചടങ്ങുകൾ. കുതിരപ്പടയാളികൾ, അവയ്ക്ക് പിറകെ പ്രത്യേക വേഷം ധരിച്ചെത്തിയ സൈനികർ, എല്ലാവരും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSF ജവാന്മാർ, അവരുടെ പരേഡ്. മുട്ടുവളയ്ക്കാതെ നെറ്റിയിലേക്ക് കാൽ ഉയർത്തിക്കൊണ്ടുള്ള പ്രത്യേക സ്റ്റെപ്പുകളും താഴോട്ടുള്ള അമർത്തിച്ചവിട്ടും. അവർ നേരെ പോയത് ഗേറ്റിലേക്ക്. ഗേറ്റിന് സമീപത്ത് അവരെത്തിയതും ഇന്ത്യൻ ഗേറ്റ് തുറന്നു. ഉടനെ പാകിസ്ഥാന്റെ ഗേറ്റും തുറന്നു. അവിടെ നിന്ന് അവരുടെ സൈനികരും പരേഡുമായി എത്തി. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ. അതിനിടയിൽ ഒരു ഇന്ത്യൻ സൈനികൻ മുന്നോട്ട് വന്നു. അതേപോലെ പാകിസ്ഥാനി സൈനികനും. പാകിസ്ഥാനി സൈനികൻ അതിതീക്ഷ്ണമായ നോട്ടത്തോടെ ഇന്ത്യൻ സൈനികന്റെ നേരെ കാലുയർത്തി തറയിൽ ആഞ്ഞു ചവിട്ടി. ഇന്ത്യൻ സൈനികനാവട്ടെ അതിനേക്കാൾ രൂക്ഷമായ നോട്ടത്തോടെ ഒരു പ്രത്യേക ശബ്ദമുയർത്തി കാലുയർത്തി തിരിഞ്ഞു വളഞ്ഞ് തറയിൽ ആഞ്ഞു ചവിട്ടി. ഇരുവശത്തെയും ഗ്യാലറിയിൽ ശ്വാസമടക്കി പിടിച്ച് കാണിക്കും. നിലത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ടും നെഞ്ചുവിരിച്ച് പരസ്പരം ആക്രോശിച്ചുകൊണ്ടുമുള്ള ഈ അഭ്യാസം വീണ്ടും ആവർത്തിച്ചു. ഗ്യാലറിയിൽ കാണികൾ നിയന്ത്രണം വിട്ടാലും നിമിഷങ്ങൾക്കുള്ളിൽ അവ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ സൈനികർ ജാഗരൂകരാണ്. ഇന്ത്യൻ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ ഗ്യാലറിയെ നോക്കി ആക്രോശിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും സൈനികർ തടയുന്നത് കണ്ടില്ല. അതുപോലെ തിരിച്ചിങ്ങോട്ടും അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അത്തരം ശബ്ദ കോലാഹലങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിന് ശക്തമായ സൈനിക സാന്നിധ്യം ഇരുഭാഗത്തുമുണ്ട്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാവാം മൊബൈൽ സിഗ്നൽ ലഭ്യമല്ല. ചില തടവുകാരുടെ കൈമാറ്റവും യാത്രികർ അതിർത്തി ക്രോസ് ചെയ്യുന്നതും കണ്ടു. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടുമുള്ള യാത്രികരെ പട്ടാള മേധാവികൾ ചില രേഖകളിൽ ഒപ്പുവെപ്പിച്ച് പരസ്പരം കൈമാറുകയും ചെയ്യുന്നു. പിന്നീടാണ് പ്രധാന ചടങ്ങായ പതാക താഴ്ത്തൽ നടന്നത്. 2 വനിതാ ജവാന്മാർ അതിർത്തി ഗേറ്റിന് അപ്പുറത്തുള്ള കൊടിമരത്തിന്റെ ഭാഗത്തേക്ക് മാർച്ച് ചെയ്തു. അവർക്ക് പിറകിൽ കൃത്യമായ ചുവടുകളോടെ 6 BSF ജവാന്മാരും പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് അതുപോലെ 6 പേരും പതാകകളെ സല്യൂട്ട് ചെയ്തു. ഇന്ത്യൻ ഭാഗത്തെ പതാകയുടെ ചരടുകൾ റോഡിന് എതിർവശത്തേക്കാണ് വലിച്ചു താഴ്ത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഭാഗത്തേക്ക് നേരെ തിരിച്ചു. തുടക്കത്തിൽ കണ്ടതുപോലെ പരസ്പരം ആക്രോശിക്കുന്ന രൂപത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ചവിട്ടഭ്യാസങ്ങൾ ഇതിനിടയിൽ നടന്നു. ഒരേ സമയം ഇന്ത്യൻ പതാകയും പാകിസ്ഥാൻ പതാകയും താഴ്ത്തി. ഇരുഭാഗത്തെയും ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. താഴ്ത്തിയ പതാക 4 മടക്കി ഇരു കൈകളും നീട്ടി ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഏറ്റുവാങ്ങി. സൂക്ഷ്മതയോടെ ആ പതാകയും കൊണ്ട് സൈനികർ ഇന്ത്യൻ ക്യാമ്പിലേക്ക് മടങ്ങി. വലിയ ശബ്ദത്തോടെ ഗേറ്റുകൾ വലിച്ചടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യൻ പട്ടാളക്കാരൻ പാകിസ്ഥാൻ പട്ടാളക്കാരനെ ഹസ്തദാനം ചെയ്തു. ഈ ചടങ്ങുകൾക്കിടയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹസ്തദാനം. അത് കണ്ട് പലരും കൈയടിച്ചു. ബൂഗിൾ സംഗീതം ഉച്ചത്തിൽ മുഴങ്ങി. അതിർത്തിയിലെ ചടങ്ങുകൾ അവസാനിച്ചു. 16-ാം നൂറ്റാണ്ടിൽ ഷേർഷാ സൂറിയാണ് ആഗ്രയുമായി ബന്ധിപ്പിക്കുന്നതിന് ഈ പാതയെ നവീകരിച്ചത്. രഥയാത്രകൾ, അധിനിവേശങ്ങൾ, മഹായുദ്ധങ്ങൾ, നിർണായകമായ എത്രയെത്ര ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാത. പിന്നീട് വന്ന മുഗൾ ചക്രവർത്തിമാർ അവരുടെ സാമ്രാജ്യത്വത്തിൻ്റെ വ്യാപനത്തിനനുസരിച്ച് നീട്ടി. ഖൈബർ ചുരവും കടന്ന് അത് കാബൂളിൽ തൊട്ടു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ മഹാപാത പൂർണ്ണമായും ആധുനികവൽക്കരിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലൂടെയും
പാകിസ്ഥാനിലൂടെയും കടന്ന് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെത്തുന്ന ഈ റോഡ് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ തുടങ്ങി ഷേർഷായുടെയും മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും കാലത്തിലൂടെ വികാസം പ്രാപിച്ചതാണ്. 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമായ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ പകുതിയോളം വലിപ്പമുള്ളതായിരുന്നു. തുടർന്നുള്ള മാസങ്ങളിലോ വർഷങ്ങളിലോ മാത്രം നിരവധി നാട്ടുരാജ്യങ്ങൾ യൂണിയനിൽ ചേരും. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും 2 ദിവസം മുഴുവൻ പല നഗരങ്ങളിലെയും ആളുകൾ തങ്ങൾ പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ ഭാഗമാകുമോ എന്ന് വ്യക്തതയില്ലാത്തവരായിരുന്നു. കാരണം മൗണ്ട് ബാറ്റൺ പ്രഭു മാപ്പ് പുറത്തിറക്കിയത് ഓഗസ്റ്റ് 17 മാത്രമാണ്. അല്ലെങ്കിൽ വിഭജനത്തിന്റെ രേഖകൾ അടയാളപ്പെടുത്തുന്ന തൂണുകൾ സ്ഥാപിക്കാൻ തുടങ്ങി ആ വർഷത്തിന്റെ അവസാനത്തിൽ മാത്രമാണ്. 1986 വരെ പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ മുള്ളുവേലികൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഈ വസ്തുതകൾ മങ്ങിയിരിക്കുന്നു. സാധാരണക്കാരന് ഇന്ന് ഉച്ചത്തിലും തെളിച്ചത്തിലും തിളങ്ങുന്നത് അട്ടാരി ഇന്ത്യയിലെ, വാഗ പാകിസ്ഥാനിലെ ഗ്രാമങ്ങൾക്കിടയിലുള്ള അതിർത്തി ചെക്ക് പോസ്റ്റാണ്. ജിങ്കോയിസത്തിൻ്റെയും അയൽക്കാരനുമായുള്ള ശത്രുതയുടെയും സമാധാനത്തിൻ്റെയും ആത്യന്തിക പ്രതീകമായി വാഗ അതിർത്തി നിലകൊള്ളുന്നു. സുവർണക്ഷേത്രവും വാഗ അതിർത്തിയും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിമാനത്താവളം കൂടാതെ ഡൽഹി, മുംബൈ, ജയ്പൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് അമൃത്സറിലേക്ക് ട്രെയിനുകളും ലഭ്യമാണ്. ചണ്ഡീഗഡ്, ഡൽഹി, ഷിംല, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റോഡ് മാർഗവും ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചേരാം. ഷെയർ ടാക്സിയെ ആശ്രയിക്കാം. വൺ വേ റൈഡിനായി 100 മുതൽ 120 രൂപ വരെ ഈടാക്കും. അതിർത്തിയിലെത്താൻ 1 മണിക്കൂർ സമയമെടുക്കും. ഓൺലൈൻ ടാക്സി സർവീസുകളെയും ആശ്രയിക്കാവുന്നതാണ്.